ഹലോ ഫ്രണ്ട്സ്, ഞാനിത് ചെയ്യുന്ന വീഡിയോ എറണാകുളം ജില്ലയിലെ ശ്രീ മൂലനായരം അല്ലെങ്കിൽ നമ്മളുടെ ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ മാറമ്പള്ളിയിൽ നിന്ന് പാലം കടന്നു വരുന്ന തിരുവരാണിക്കുളം നട തുറക്കലിനെ പറ്റിയാണ്. അപ്പോൾ തിരുവരാണിക്കുളത്തെ പറ്റി എല്ലാവർക്കും അറിയാം. അവിടെ ശിവഭഗവാനുണ്ട്, ഗണപതിയുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, കൂടാതെ പാർവതി ദേവിയുണ്ട്. അപ്പോൾ പാർവതി ദേവിയുടെ നല്ലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഷത്തിൽ 12 ദിവസം മാത്രമേ നട തുറക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ദേവി വിഗ്രഹം അകത്ത് തന്നെയുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് കാണാനോ ഉള്ള അവസരം ഉണ്ടാവില്ല. ഇപ്പോൾ തിരുവാതിര നാളിൽ ധനുമാസത്തിൽ അന്ന് മുതൽ 12 ദിവസമാണ് ഈ നട ഭക്തർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ വിഗ്രഹത്തിൽ രാവിലെ പൂജ ചെയ്യുമ്പോൾ നമ്മൾ അഭിഷേകം ചെയ്യും. ഇവിടെ വെള്ളം അഭിഷേകം ചെയ്യാറില്ല, മഞ്ഞൾ മാത്രമേ അഭിഷേകം ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരിവിടെ ആ സമയത്ത് വരാൻ വരുന്നുണ്ട്. കൂടുതലും വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണക്കൂട്ടൽ പ്രായത്തിന് ആയിട്ടും കല്യാണം പല കാരണങ്ങൾ നടക്കാത്ത യുവതികളും ഇപ്പോൾ യുവാക്കളും വരുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇത് അകവൂർ മന ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അകവൂർ മന എന്ന് പറയുന്നത് ഐരാണിക്കുളം വില്ലേജിലായിരുന്നു. അവിടുത്തെ ബ്രാഹ്മണരാണെന്ന് അവിടുത്തെ രാജാക്കന്മാരും ഈ അമ്പലം നോക്കിയിരുന്ന അവരായിരുന്നു. അതിൻ്റെ ഐതിഹ്യം ഒരുപാട് രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഏതാണ് സത്യമായിട്ട് ബന്ധമുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ വേറെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ബ്രാഹ്മണന് ഈ അമ്പലത്തിൽ ശിവഭഗവാനും പാർവതി മക്കളായിട്ട് കഴിയുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി ബ്രാഹ്മണൻ വരികയും ശിവഭഗവാനുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്ന ദേവിയുടെ പൂർണ്ണ രൂപത്തിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇട്ട് ദേവിയുടെ പൂർണ്ണ രൂപത്തിൽ കണ്ടപ്പോൾ ബ്രാഹ്മണൻ അയ്യോ അമ്മ എന്നും പറഞ്ഞ് ഒച്ചയെടുക്കുകയും, ഒരാളെ രഹസ്യമായിട്ടൊന്നും കണ്ട് ഇഷ്ടപ്പെടാത്ത ദേവി ഞാൻ അവിടെ നിന്ന് പോവുകയെന്ന് പറയുകയും, ബ്രാഹ്മണൻ തെറ്റ് ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം വീണ് കഴിയുമ്പോൾ ദേവി പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ വർഷത്തിൽ 12 ദിവസം ദർശനം തരാം, അന്ന് മാത്രമേ ആൾക്കാർക്ക് എന്നെ ദർശിക്കാൻ പറ്റുള്ളൂ. അത് ധനുമാസത്തിലെ തിരുവാതിര മുതൽ ഉള്ള 12 ദിവസമാണ്. അതുകൊണ്ട് തന്നെ നട തുറക്കുന്നത് വൈകുന്നേരം 8 മണിക്കായിരിക്കും. കൃത്യമായിട്ടുള്ള 12 ദിവസം കഴിയുമ്പോൾ വൈകുന്നേരം 8 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ 2-3 വർഷത്തോട് വെർച്വൽ ക്യൂ ഉണ്ട്. അതൊരു രീതിയിൽ നല്ലൊരു സംവിധാനമാണ്. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതേപോലെ ഉത്സവത്തിനോടനുബന്ധിച്ച് കളിപ്പാട്ടങ്ങൾ, പച്ചക്കറി വിത്തുകൾ, പലഹാരങ്ങൾ, ക്രോക്കറി ഐറ്റംസ്, പിന്നെ കുട്ടികളുടെ മാല, വള, മോതിരം. എന്തിന് ഈ പ്രാവശ്യം ഏപ്രിലിൽ നടക്കാൻ പോണ ചെറിയൊരു നറുക്കെടുപ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. ഏതോ ഇലക്ട്രിക് സ്കൂട്ടറോ എന്തോ പാലക്കാട് നിന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടും ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമാണ് തിരുവരാണിക്കുളം. പിന്നെ ഇവിടെ ഈ ഉത്സവത്തിന് വേണ്ടി കൈകോർക്കുന്നത് അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെയുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും മറ്റുള്ള മതസ്ഥരെല്ലാവരും ഈ അമ്പലം അവരുടെ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് ഈ 12 ദിവസം അവർ കൊണ്ടാടുന്നത്. ഓരോരുത്തർ അവർ ചെയ്യുന്ന ജോലി, ചില ആൾക്കാർ കമ്പ്യൂട്ടർ ബേസ് ആയിട്ടുള്ള CCTV ക്യാമറ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ജാതി ഭേദമന്യേ വെളുപ്പിന് 1:30 മണിക്ക് ഇവരെല്ലാവരും അവിടെ ഹാജരായി സ്വന്തം സ്റ്റോളുകളിൽ പോയിട്ട് ഉത്തരവാദിത്തങ്ങൾ അവർ ഒരു ലാഭവും പ്രതീക്ഷിക്കാണ്ട്, ഒരു വരുമാനം പ്രതീക്ഷിക്കാണ്ടാണ് ആ നാട്ടുകാർ നടത്തിക്കൊണ്ട്. അതും നമ്മളൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മതമൈത്രി ഇന്നത്തെ കാലത്ത്. ഇപ്പം എപ്പോഴെങ്കിലും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോകണം. അടുത്ത വർഷം പ്രത്യേകത, ഈ വർഷം ഈ 2020 വീണ്ടും ഇത് വരുന്നുണ്ട്. പോകുക, കാണുക,